നമസ്തേ. യോഗേന യാത്രയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കഫക്കെട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. കഫക്കെട്ട് വന്നിട്ട് മാറാത്ത ഒരു അവസ്ഥ ഇപ്പം എല്ലാവരും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ യോഗയിൽ കൂടി എങ്ങനെ നമുക്കിതിന് മാർഗ്ഗമുണ്ടോ? മാറ്റിയെടുക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. യോഗയിൽ ഷഡ്ക്രിയാസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. 6 ക്രിയകൾ ശരീരത്തിനെ ആന്തരികമായിട്ട് ഇന്റേർണലി ക്ലെൻസ് ചെയ്യുന്ന പ്രോസസ്സുകളാണ് ക്രിയാസ് എന്ന് പറയുക യോഗയിൽ, ഹഠയോഗത്തിൽ. അതിലൊരു മാർഗ്ഗമാണ് ജലനേതി ക്രിയ എന്ന് പറയുക. ജലനേതി ക്രിയ ചെയ്യുന്ന നമ്മുടെ ENT, ഈ മുകളിലേക്കുള്ള ഭാഗത്തുള്ള ടോക്സിൻസിനെ റിലീസ് ചെയ്യുക, കഫ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ട് ഈ ട്രാക്ക് കറക്റ്റ് ചെയ്യാനും ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ജലനേതി ക്രിയ ചെയ്യുന്നത്. ഈ ജലനേതി ക്രിയ ചെയ്യുന്ന വഴി വേറെ എന്തെല്ലാം ഗുണങ്ങളുണ്ടാവും? ഞാൻ പറഞ്ഞു, നേസൽ ട്രാക്ക് കറക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഈ ഇവിടെയുള്ള സൈനസിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നു, കഫക്കെട്ട് സംബന്ധമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. കഫക്കെട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറും. അതുപോലെ തന്നെ തലവേദന വരുന്ന സമയത്ത് ഇത് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് പനിയുടെ തുടക്ക സമയത്ത്, വളരെ സിംറ്റംസ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ജലനേതി ക്രിയ രാവിലെ ഒരു 3 മണിക്കൂർ ഇടവിട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ പനി വരുന്നതിൻ്റെ ആ ഒരു തീവ്രത നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ കുറേ ഗുണപരമായ വശങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കഫക്കെട്ട് അനുബന്ധമായിട്ട് പറഞ്ഞുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് തന്നെ. എന്നിരുന്നാൽ പോലും എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. ഇതിന് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു ജലനിധിയുടെ ബോട്ടിൽ വേണം. ഇതാണ് ബോട്ടിൽ. ക്രിയ അത് ആമസോണിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പർച്ചേസ് ചെയ്യാം. ദെൻ നമുക്ക് വേണ്ടത് ചെറിയ കല്ലുപ്പ് വേണം. പിന്നെ വേണ്ടത് ചെറിയ ചൂടുവെള്ളം. കൂടുതൽ ചൂടാവാനും പാടില്ല, കൂടുതൽ തണുപ്പാവാനും പാടില്ല. ഇപ്പോൾ നമ്മൾ സാധാരണക്കാർ ചെയ്യുമ്പോൾ ശരിക്കും ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിടുക. ഉപ്പ് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ കല്ലുപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പൊടിയുപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കല്ലുപ്പ് തന്നെ ഏറ്റവും ധാരാളം. ഇനി എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കല്ലുപ്പാണ് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ നിലവിൽ ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ കാണിക്കേണ്ട പാട് ഇത്രയും വെള്ളം എടുത്തതേ ഉള്ളൂ. കുറച്ച് കല്ലുപ്പ് ഇട്ടാൽ മതി, കൂടുതൽ ഇടാൻ ശ്രമിക്കരുത്. ഉപ്പ് ഇടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ശിരസിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ ഇങ്ങനെ അടിച്ചിങ്ങനെ കയറാതെ കൂടുതൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കല്ലുപ്പ് ഇടുന്നത്. ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കല്ലുപ്പ് ഒന്ന് ഡൈലൂട്ടായി എന്ന് ഉറപ്പ് വന്നാൽ പതുക്കെ ഈ ബോട്ടിൽ പതുക്കെ നമുക്ക് ഇതിനെ എടുക്കാം. ഇതാണ് ബോട്ടിൽ. നമുക്ക് ഇത്ര വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ടിപ്പെൻറ്റിൻ്റെ ഭാഗം, ഈ നമ്മുടെ നോസ്ട്രലിൻ്റെ ഇത്രയും പൊങ്ങി നിൽക്കുന്ന ഭാഗം, ഈ ടിപ്പൻ്റെ ഭാഗം പതുക്കെ നമ്മുടെ ഈ മൂക്കിൻ്റെ ദ്വാരത്തിൽ പതുക്കെ കയറ്റി വയ്ക്കണം. ഒറ്റയടിക്ക് കയറ്റി വയ്ക്കരുത്, പിടിയുന്ന ശിരസിലേക്ക് ഇങ്ങനെ വെള്ളം കയറും. പതുക്കെ ഒന്ന് ജസ്റ്റ് വെള്ളം താഴേക്ക് പോവാത്ത രീതിയിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ ചരിഞ്ഞിക്കണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബോട്ടിലിൻ്റെ ഈ ടിപ്പൻ്റെ ഭാഗം ഈ നോസ്ട്രലിൻ്റെ അല്പം ഉള്ളിലേക്ക് കയറ്റി വയ്ക്കണം. അപ്പോൾ വെറുതെ നിൽക്കുന്ന ഒരു പർട്ടിക്കുലർ ആംഗിളൊക്കെ ഉണ്ട്. ആംഗിൾ നിന്നാൽ മാത്രമേ ആ ട്രാക്കിയുടെ വന്നിട്ട് ഈ മൂക്കിയുടെ പുറത്തേക്ക് പറ്റുള്ളൂ. പക്ഷേ റൈറ്റിയുടെ വെള്ളം വന്നിട്ട് ഈ ട്രാക്കിയുടെ വന്നിട്ട് ഈ മൂക്കിയുടെ വെള്ളം പോകും. അങ്ങനെയാണെന്നല്ലേ. അല്പം ബോഡി ഒന്ന് ഫ്രണ്ടിലേക്ക് ചാഞ്ഞ് നിൽക്കണം. ജസ്റ്റ് ഒന്ന് മുട്ട് മടക്കിയിട്ട് തല അല്പം കുമ്പിട്ട് അല്പം ഈ ചീക്കിൻ്റെ ഭാഗം അല്പം സൈഡിലേക്ക് ടേൺ ചെയ്യാം. ഇങ്ങനെ ആ ട്രാക്ക് കറക്റ്റ് ചെയ്യാണ്ട് കൂടുതൽ ഇങ്ങനെ ഒന്നും വെച്ച് നിൽക്കരുത്. അപ്പോൾ അതിന് ശിരസിലേക്ക് കയറും. ട്രാക്ക് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആദ്യ സമയത്ത് ചിലപ്പോൾ വെള്ളം പിടിയുന്നതാണ് കയറുന്ന സമയത്ത് ചിലപ്പോൾ ശിരസിലേക്ക് ചെറിയൊരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നിരിക്കാം. ചെറിയ തരിപ്പോലെ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. അതൊന്നും സാരമാക്കണ്ട. ഉപ്പ് ഇട്ടുകൊണ്ട് ചൂടുവെള്ളം ആയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞ പോലെ ചരിഞ്ഞ് നിന്നു ഈ ബോട്ടിലിൻ്റെ നേതിയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറ്റാം. പതുക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, വായക്കടെ ശ്വാസം എടുത്ത് വിടുക. മൂക്കയുടെ ശ്വാസം എടുത്ത് വിടാതെ വായക്കടെ ശ്വാസം എടുത്ത് വിടുക. അപ്പോൾ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇൻ കേസ് ശ്വാസം എടുത്ത് ഉള്ളവർക്ക്. അപ്പോൾ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഈ ബോട്ടിൽ ചരിച്ചതുന്നനുസരിച്ച് പതുക്കെ വെള്ളം ഈ ട്രാക്കിയുടെ പുറത്തേക്ക് പോകും. ഇതിനിടയ്ക്ക് സംസാരിക്കാൻ നിൽക്കരുത്. പതുക്കെ വായക്കടെ ശ്വാസം എടുത്ത് വിടുക. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ അത് മൂക്ക് ചുറ്റിക്കണം. ചുറ്റിക്കളയാം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ നോസ്ട്രിയുടെ ഇപ്പുറത്ത് കഴിഞ്ഞ പോലെ ഓൾട്ടർനേറ്റീവായിട്ട് ലെഫ്റ്റും റൈറ്റും ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ജസ്റ്റ് ചരിഞ്ഞ് നിൽക്കുക, ജസ്റ്റ് നോസ്ട്രിൽ കയറ്റുക, പതുക്കെ ചോർത്തുക, വെള്ളം വെക്കോളൂ. ഓക്കെ, ചുറ്റിക്കളയാം.
ഇങ്ങനെയാണ് ജലനിധി ക്രിയ ചെയ്യുക. ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സെൻസേഷൻസ് ഒക്കെ ഫീൽ ചെയ്യാം, സാരമില്ല. ഇൻ കേസ് ചില വെള്ളത്തിൻ്റെ അംശം ചിലപ്പോൾ ശിരസിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ വന്നെന്നിരിക്കാം. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം തല പതുക്കെ ഒന്ന് കുമ്പിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ താഴേക്ക് അത് പൊക്കോളും. അതുപോലെ തന്നെ യോഗ ചെയ്യുന്നവരാണെങ്കിൽ ശശാങ്കാസനം ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അതും പൊക്കോളും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് സുഖമായിട്ട് നമുക്ക് ജലനിധി ക്രിയ ചെയ്യുകയും ചെയ്യാം. ഈ കഫക്കെട്ട് സംബന്ധമായിട്ട് ഈ ശിരസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സൈനസിൻ്റെ പ്രശ്നം, തലവേദന, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ശ്വാസത്തിൽ പരിഹാരം നാച്ചുറലി നമുക്ക് യോഗയിൽ ക്ലെൻസിങ് ടെക്നിക്കായിട്ടുള്ള ഷഡ്ക്രിയാസിൽ ജലനിധി ക്രിയ ചെയ്ത് നോക്കുക. സാധനം ഇത് മേടിക്കുന്നത് നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാം അവൈലബിൾ ആണ്. ജലനിധി ബോട്ടിൽ നിന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഏതൊക്കെ സമയത്ത് ജലനിധി ക്രിയ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. രാവിലെ ചെയ്യാം, ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ചെയ്യാം. നമുക്ക് അസഹനീയമായിട്ടുള്ള ജലദോഷം കഫക്കെട്ടുള്ള സമയമാണെങ്കിൽ, നമ്മൾ വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് രാവിലെ ചെയ്യാം, വെളുപ്പിന് രാവിലെ എഴുന്നേറ്റ് കണ്ട് ചെയ്യാം. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചെയ്യാം, വൈകിട്ടും ചെയ്യാം. രാത്രി കിടക്കാൻ നേരത്തെ ചെയ്യുന്ന നല്ലതാണ്. നല്ല ഉറക്കം കിട്ടും ശരിക്കും. മൂക്ക് ട്രാക്കൊക്കെ ഓപ്പണായി വരും, നല്ല ശ്വാസോച്ഛ്വാസം കറക്റ്റ് ചെയ്യും, നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും. ഭക്ഷണം കഴിഞ്ഞിട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഭക്ഷണം കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാം, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കുറേ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ യാതൊരു വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. നാച്ചുറലായിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ചെയ്ത് നോക്കുക, മാറ്റങ്ങൾ സംഭവിക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ യോഗേൻ്റെ യാത്ര ടീഷർട്ട് പ്രിൻറ്റ് ചെയ്യുന്നതും ഈ ഒരു ഔട്ട്ഫിറ്റും അയച്ചെന്ന ഡീഡോക്സ് ആണ്. അവരുടെ നമ്പർ നിങ്ങൾക്ക് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ യോഗിക് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ഡ്രസ്സുകളും കുറേ ഐറ്റംസൊക്കെ ഇവരിലുണ്ട്. നമുക്ക് അയച്ചത് ഇവർ തന്നെയാണ്. ഇവർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം ചെയ്ത് കണ്ടതിലും നന്ദി. നമസ്തേ.